ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പെറ്റൂണിയ പ്ലാന്റിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് പെറ്റൂണിയ പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൽ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു പ്ലാന്റാണ് സെയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് ആ ഒരു പ്ലാന്റിൻ്റെ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലായിരുന്നു. ഇപ്പം നമ്മുടെ വീണ്ടും അത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. പെറ്റൂണിയ പ്ലാന്റ് ഒത്തിരി കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് കയറി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെറ്റൂണിയ പ്ലാന്റിൻ്റെ കെയറിങ്, അതിന് പോട്ടി മിക്സ്, നടുന്ന രീതികൾ, ഇതൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പെറ്റൂണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പ്ലാന്റ് ആയിരുന്നു. പെറ്റൂണിയുടെ ഒരു വെറൈറ്റി നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി കാലം അത് പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ സീസൺ കഴിഞ്ഞപ്പോൾ ആ ചെടി എങ്ങനെയോ നശിച്ചു പോയി. വീണ്ടും നമ്മുടെ കയ്യിൽ ആ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. പ്ലാന്റിൻ്റെ ഒത്തിരി കളേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പെറ്റൂണിയ പ്ലാന്റ് നമ്മൾ നടുമ്പം അല്ലെങ്കിൽ വളർത്തുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജസ് കൂടി ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പൂക്കൾ വിരിയുന്ന ഒരു നല്ല പ്ലാന്റാണ് നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ്. അപ്പോൾ പെറ്റൂണിയ പ്ലാന്റ് കണ്ടവരാരും ഈ ഒരു പ്ലാന്റ് മറക്കില്ല. അത്രയ്ക്ക് ഭംഗിയിൽ നിൽക്കുന്ന, നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് ഉള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നമുക്ക് ഒത്തിരി കളർ വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു 5-6ഓളം കളേഴ്സ് കിട്ടിയിട്ടുണ്ട്. വൈറ്റ്, പിങ്ക്, റെഡ്, അതുപോലെ പിങ്കിൽ ഷെയ്ഡ് വരുന്നത് വയലറ്റ്, ഇങ്ങനെ ഒത്തിരി കളേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള പെറ്റൂണിയാസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് നാടൻ പെറ്റൂണിയാസ് അവൈലബിൾ ആണ്. നാടൻ പെറ്റൂണിയ ആകുമ്പോൾ കുറച്ചുകൂടി ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഹൈബ്രിഡ് ആകുമ്പോൾ നല്ല വലുപ്പത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പം ചിലർക്ക് നാടൻ പെറ്റൂണിയ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർ ഹൈബ്രിഡ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. എങ്കിലും ഒത്തിരി പേരും ചോദിക്കുന്നത് നാടൻ പെറ്റൂണിയുടെ വെറൈറ്റീസാണ്. കാരണം നമുക്കതിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ്. കുഞ്ഞു കുഞ്ഞു പൂക്കൾ നിറച്ചുണ്ടായി നല്ല ഭംഗിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് എല്ലാവരും നാടൻ പെറ്റൂണിയ തന്നെ എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാടൻ പെറ്റൂണിയ പോലെ തന്നെ നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള പെറ്റൂണിയ കൂടി. അപ്പം ഹൈബ്രിഡ് ആകുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് ഉള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നാടനാകുമ്പോൾ ഒത്തിരി കളേഴ്സൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിട്ടുള്ളതൊരു വയലറ്റ് പർപ്പിൾ കളറുള്ള നാടൻ പെറ്റൂണിയാണ്. അത് നമുക്കിപ്പോൾ അവൈലബിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ഒത്തിരി അന്വേഷിച്ച് നടന്നായിരുന്നു നാടൻ പെറ്റൂണിയക്കായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലും ഇതില്ലായിരുന്നു കേട്ടോ. അപ്പം പെറ്റൂണിയയുടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇതായി കാണുന്ന ഈ ഒരു കളറാണ്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, ഹാങ്ങിങ് ആയിട്ട് ഒത്തിരി കാലം ഉണ്ടായിരുന്നു. അപ്പം നല്ല എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ വരുന്നവരൊക്കെ ആണെങ്കിലും ഈ പ്ലാന്റ് എവിടെ നിന്നാന്നൊക്കെ ചോദിക്കുമായിരുന്നു. കാരണം അത്രയ്ക്ക് ഫ്ലവേഴ്സ് എല്ലാ ദിവസവും ഈ ഒരു പ്ലാന്റിൽ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോഴും ഈ ഒരു പ്ലാന്റ് ഒത്തിരി കളേഴ്സ് കണ്ടപ്പോൾ വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്നും ഈ ഒരു പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പെറ്റൂണിയ വളർത്തിയ സമയത്ത് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ നട്ട സമയത്ത് നമ്മൾ ഹാങ്ങിങ് ആയിട്ടായിരുന്നു നട്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എല്ലാ ദിവസവും ഒരു 7-8 പൂക്കളെങ്കിലും ഈ ഒരു പ്ലാന്റിൽ ഉണ്ടായിരുന്നു. അപ്പം അത്രയ്ക്ക് ഭംഗിയിൽ അത് ഈ ഒരു ഇത്തരം വലുപ്പത്തിൽ കൂടി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. വളരെ എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ ഒടിഞ്ഞു പോകുന്ന ആ ഒരു ടൈപ്പിലുള്ളൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കെയറിങ് ഇതിന് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടും ഇലകളൊക്കെ കണ്ടില്ല, വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മൾ വളങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോട്ട് മിക്സിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ വെള്ളം എന്ന് വെച്ചാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി വെള്ളമായി ചുവടൊക്കെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് വളരെയധികം ഉള്ളൊരു പ്ലാന്റാണ്. അപ്പം ഈ ഒരു പ്ലാന്റിലെ ഏറ്റവും
ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ബ്രൈറ്റ്നസ് ആണ്, ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ ഈ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് നല്ല വെയിലത്ത് വെക്കേണ്ട ഒരു പ്ലാന്റ് ആണ്. നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രമേ ഈ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറ് നിങ്ങളുടെ പൂവിന് കിട്ടുകയുള്ളൂ. അല്ല നമ്മൾ തണലത്താണ് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പൂവിൻ്റെ ഷെയ്ഡിനൊക്കെ കളേഴ്സിനൊക്കെ മാറ്റം വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ല സൺലൈറ്റുള്ള സ്ഥലത്ത് നിങ്ങൾക്കിത് നട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഹാങ്ങിങ് ആയിട്ട് നടണം എന്നുള്ളതാണ്. കാരണം അതാണ് കുറച്ചുകൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി അത്ര ഇതായിട്ട് കിട്ടില്ല. നാടൻ പെറ്റൂണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഗ്രൗണ്ടിൽ മുറ്റത്തൊക്കെ നടാവുന്നതാണ്. നാടൻ പെറ്റൂണിയെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നട്ടാൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ പോട്ടി മിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല ഗാർഡൻ സോയിലാണ്, നല്ല മണ്ണാണ്, നമ്മുടെ പറമ്പിലൊക്കെയുള്ള നല്ല മണ്ണ്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ഉണക്ക ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി ഒരു കുറച്ച് അളവിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പെർലൈറ്റ് ആണ് കേട്ടോ. പെർലൈറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് മണൽ ആഡ് ചെയ്താൽ മതി. പെർലൈറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യം നല്ല ഡ്രെയിനേജ് ഇതുണ്ടാവാൻ വേണ്ടിയിട്ടാണ്, വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എടുത്തിട്ടുള്ള ചകിരിച്ചോറാണ് കേട്ടോ, നല്ല ചകിരിച്ചോറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മണ്ണിലേക്ക് ഞാനിവിടെ നല്ല രീതിയിൽ ചകിരിച്ചോറ്, അതുപോലെ പെർലൈറ്റ്, ചാണകപ്പൊടി ഇത്രയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെർലൈറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴുള്ളൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, നല്ല ഡ്രെയിനേജ് നമുക്കറിയാം പെറ്റൂണിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി വെള്ളം കെട്ടി നിന്നാൽ ചീഞ്ഞു പോകും. അപ്പോൾ അതിന് സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പെർലൈറ്റ്. നമുക്ക് ഡ്രെയിനേജ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ പെർലൈറ്റ് കൊണ്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സക്കുലൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന പ്ലാന്റ്സിലൊക്കെ നമുക്ക് പെർലൈറ്റ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പെർലൈറ്റ് നമുക്ക് നഴ്സറികളിലും അല്ലെങ്കിൽ വളക്കടകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മളെ വീട്ടിലൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാനിതിവിടെ കുറച്ചധികം പോട്ടി മിക്സ് എടുക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാ പ്ലാന്റ്സും നടാൻ വേണ്ടിയിട്ടാണ്. കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ചട്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്രയും പോട്ടി മിക്സ് എടുത്താൽ മതി, അത്രയും കുറച്ചെടുത്താൽ മതി. ഞാനിത് ഒരുപാടുള്ളത് കൊണ്ടാണ് കുറച്ചധികം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ, നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ചട്ടിയിലേക്ക്, നമ്മുടെ ഹാങ്ങിങ് പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഹാങ്ങിങ് പോട്ട് ഇതുപോലെ ഒരു 3-4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് നേരത്തെ ചെടി നട്ട ഒരു ചട്ടിയായിരുന്നു. അപ്പം അതിൽ ചെടി നശിച്ചു പോയപ്പോൾ ആ പോട്ടിങ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിയില നമ്മൾ ഇപ്പോൾ എല്ലാ പോട്ടി മിക്സിലും ഇടുന്നുണ്ട്, അതായത് ഏറ്റവും അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പൊട്ടാസ്യത്തിൻ്റെ അളവ് നമ്മുടെ കരിയിലയിൽ അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ചെടിക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കരിയില അടിയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ ഒരു പകുതിയോളം ഞാൻ പോട്ടി മിക്സ് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ ചട്ടി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ നാടൻ പെറ്റൂണിയ നടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നാടൻ പെറ്റൂണിയ നമുക്ക് കുറച്ച് വലിയ ചട്ടിയിൽ ഗ്രൗണ്ടായിട്ട് നിലത്ത് വെക്കാനായിട്ട് നടാനായിട്ടാണ് വിചാരിച്ചത്. അപ്പോൾ ഹാങ്ങിങ് ആയിട്ട് നടാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് നിലത്ത് വെച്ച് വളർത്താമെന്നുള്ള രീതിയിലാണ് ഇത്ര വലിയൊരു പോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. സെയിം പോട്ടി മിക്സ് ആണ്, നാടൻ പെറ്റൂണിയ ആണെങ്കിലും ഹൈബ്രിഡ് ആണെങ്കിലും ഒക്കെ സെയിം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് പോട്ടി മിക്സ് എല്ലാ ചട്ടിയിലും പകുതിയോളം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെടി ഇതിലേക്ക് വെച്ചതിന് ശേഷമേ ബാക്കി നമുക്ക് പോട്ടി മിക്സ് നിറയ്ക്കാൻ പറ്റുള്ളൂ. മൊത്തം ആദ്യം തന്നെ ചട്ടി ഫുള്ളാക്കി നിറച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്ലാന്റ് നടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് പോട്ടി മിക്സ് പകുതി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടി നടാവുന്നതാണ്. അപ്പോൾ നമ്മൾ പോട്ടിൽ നിന്ന് ചെടി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഞെക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചെടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ വേരൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന പോട്ടിലെ മണ്ണ് ഫുള്ളായിട്ട് കളഞ്ഞിട്ട് വേണോ നമ്മൾ നമ്മുടെ പോട്ടി മിക്സിലേക്ക് നടാനെന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ആ ഒരു ഫ്ലവറിങ് ആവുന്ന ടൈം വരെ അതിൻ്റെ ആ ഒരു വളർന്ന സാഹചര്യം, അതിൻ്റെ മണ്ണ് പോട്ടി മിക്സ് അതിൽ നിന്നൊക്കെ പെട്ടെന്ന് നമ്മൾ മാറ്റുമ്പം ആ ഒരു പ്ലാന്റിന് കേടുപാടുകളൊക്കെ സംഭവിക്കാം. അപ്പോൾ നമ്മുടെ ഈ ചെടി ആ ഒരു വളർന്ന ആ ഒരു പോട്ടി മിക്സൊക്കെ പെട്ടെന്ന് മാറ്റുമ്പോൾ
നമ്മുടെ ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും അവിടെ നിലനിർത്തിയതിന് ശേഷം നമ്മുടെ പോട്ടി മിക്സിലേക്ക് വെച്ചാൽ മതി. അത് മാത്രമല്ല, നമ്മൾ പെട്ടെന്ന് മുഴുവനായിട്ട് കളയുന്ന സമയത്ത് നമ്മുടെ ചെടികളുടെ വേരുകളൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണ് അവിടെ നിലനിർത്തിയിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ പ്ലാന്റിലും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പകുതി പോട്ടി മിക്സേ നിറച്ചിട്ടുള്ളൂ എല്ലാ ചട്ടികളിലും. അപ്പം ബാക്കി പോട്ടി മിക്സ് നമുക്ക് ചെടി വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ പെറ്റൂണിയ വെച്ചിട്ടുള്ള ചട്ടിയിലേക്ക് നമ്മളൊരു ജസ്റ്റ് ഒരു സ്റ്റിക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പടർന്ന് കയറാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതുപോലുള്ള സ്റ്റിക്ക് നമുക്ക് ചകിരിച്ചോറൊക്കെ വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്ലൈംബ് ചെയ്യാനായിട്ട്, നമ്മുടെ ചെടിക്ക് ക്ലൈംബ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റിക്കാണ്. അപ്പം ചകിരിച്ചോറൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ അതിലേക്ക് പടർന്ന് കയറിക്കോളും. അപ്പോൾ അത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നാടൻ പെറ്റൂണിയം ഹാങ്ങിങ് ആയിട്ട് നടുന്നത് ഭംഗിയാണ്. പക്ഷെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചെറിയ ചട്ടിയിലാക്കിയിട്ട് നിലത്ത് വെക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ പെറ്റൂണിയാസ് എല്ലാം നട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി പോട്ടി മിക്സൊക്കെ നമ്മൾ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാങ്ങിങ്ങിനുള്ള വള്ളികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നനയ്ക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി നനവായിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകും. അതുകൊണ്ട് ഒത്തിരി സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വെക്കുമ്പോൾ നമുക്ക് ഇത് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എപ്പോഴും ഇതിൽ നനവ് കൊടുക്കണം എന്നില്ല. 2 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചാലും കുഴപ്പമില്ല. പിന്നെ പോട്ടി മിക്സിലെ നനവ് തൊട്ട് നോക്കിയതിന് ശേഷം മാത്രമേ നനയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നല്ല ബ്രൈറ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഹാങ് ചെയ്ത് കൊടുക്കാം. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. NPK ഒക്കെ നമ്മൾ ഫ്ലവറിങ്ങിനൊക്കെ ആയിട്ട് NPK ഒക്കെ കൊടുക്കുമ്പം കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വളരെ ലൈറ്റായിട്ട് അളവിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 1 ഗ്രാമൊക്കെ 1 ലിറ്റർ 1.5 ലിറ്ററിലൊക്കെ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒത്തിരി അതിൻ്റെ ചുവട് ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ വളങ്ങളൊന്നും പ്രത്യേകിച്ച് ഇതിന് കാര്യമായിട്ട് ആവശ്യമായിട്ട് വരില്ല. എങ്കിലും നമുക്ക് ചാണകപ്പൊടിയൊക്കെ നമുക്ക് വളങ്ങളൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെറ്റൂണിയ പ്ലാന്റ് വളരെ നന്നായിട്ട് വളർത്താം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.